മാഷ് എന്തായി പറയണേ? എല്ലാ കാര്യങ്ങളും സമ്മതിച്ച് സത്യം ചെയ്ത് കയ്യിലടിച്ചത് മാഷ് തന്നെയല്ലേ? അതെ, ഞാൻ തന്നെയാ. ഇപ്പൊ സമ്മതിക്കില്ല എന്ന് പറയണതും ഞാൻ തന്നെയാ. എന്താ ഇനി തന്നെ കയ്യിലടിക്കണോ? കള്ളുടിച്ചുകൊണ്ട് സ്കൂളിന് പടി കിടക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് പറ്റില്ലെങ്കിൽ നേരത്തെ തന്നെ പണ്ടാളം കരുന്നില്ലേ? വേണ്ട മാഷെ, വഴക്കൊന്നും പറയണ്ട. ഒക്കെ എന്റെ തലയിലെഴുത്ത. എന്ത് കുറ്റം ചെയ്ത ഈശ്വര നീ ഞങ്ങളെങ്ങനെ പരീക്ഷിക്കുന്നത്? ഈ കുട്ടിയുടെയും ഈ പാവം തള്ളയുടെയും മുഖത്ത് നോക്കിയിട്ട് തനിക്കിത് എങ്ങനെ പറയാൻ തോന്നി? ആരുടെ മുഖത്ത് നോക്കാനുള്ള സമയം എനിക്കിപ്പോഴില്ല. പറയേണ്ടത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കുട്ടിയുടെ ഭാവിയുടെ പ്രശ്ന അതും മറക്കരുത്. അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, താനാ. പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. റിട്ടയർഡ് ചെയ്ത് വീട്ടിൽ ഇരിക്കുമ്പോ എനിക്കൊരു കൂട്ടാകുമല്ലോ. എടോ, അയ്യോ വേണ്ട മാഷെ, വേണ്ട. ഇതിന്റെ പേരിൽ ഒരു ഗുരുത്വദോഷം കൂടി എന്റെ മോക്ക് വരണ്ട. ഇറങ്ങിപ്പോണോ എന്റെ മുപ്പിന്ന്? ഞാൻ ഇറങ്ങിപ്പോണോ അല്ലേ? പോവാ, വരട്ടെ. ഒരു ഉപദേശം. എടോ പിഷാരടി, പിഷാരടി! ഇനി ആള് ഷാപ്പിലായിരിക്കും. വഴിയില്ല, രാത്രി ഉറങ്ങുന്നത് വീട്ടിൽ തന്നെയാണെന്നാ കേട്ടിട്ടുള്ളത്. പറഞ്ഞു പറ്റിച്ചിട്ട് വാതിലും പൂട്ടി അകത്തിരിക്കാതെ ഇറങ്ങി വാളോ പിഷാരടി. റിട്ടയർഡ് ആയാൽ കൂട്ടിന് എനിക്ക് ആരെയാ വേണ്ടത്? അതാണോ കാര്യം? പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നത് തറവാട്ടി പറഞ്ഞ ആൺകുട്ടികൾക്ക് ചേർന്നല്ല മാഷെ. കണിയാരെ കൂട്ടുപിടിച്ച് കള്ളജാതം ഉണ്ടാക്കി പെമ്പിള്ളാരെ തട്ടിയെടുക്കുന്നതായിരിക്കും ആണുങ്ങൾക്ക് ചേർന്ന പണി. ഓഹോ, അപ്പൊ ഇതൊക്കെ നിന്റെ കളിയായിരുന്നല്ലേ? അതേടാ, എന്റെ കളി തന്നെയാ. നിനക്ക് ചുണയുണ്ടെങ്കിൽ പിഷാരി മാഷിനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് നീ അവർക്ക് ജോലി കൊടുപ്പിക്കൂടാ. ലീവല്ല, വേണ്ടി വന്നാൽ ഇയാളെ കൊന്നിട്ടായാലും ഞാൻ രാധിക്ക് ജോലി കൊടുപ്പിക്കും. നമുക്ക് കാണാം, 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 കണ്ടിരിക്കും. നീ വണ്ടിയിട്. യുദ്ധം തുടങ്ങിയിരിക്കുന്നു മാധവൻകുട്ടി. ഇനി എനിക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരിക്കും. എന്താ ഇന്ന് കൂട്ടാൻ? നിന്റെ മോനെന്ത് കൃഷ്ണൂട്ടി? എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു മോനില്ല. അയ്യോ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്റെ പൊന്നു സരസ്വതി. നമ്മുടെ മോനെന്ത് കൃഷ്ണൂട്ടി? അവന്റെ കൈ കഴുകണോ? ഓ, വിധിയും കഴിഞ്ഞ് കൈ കഴുകിയ? എന്താച്ചാ? ഒന്നിനുമല്ല, നിന്നെ ഒന്ന് കാണാനുള്ള മോഹം കൊണ്ടാ. ഇടയ്ക്കിടയ്ക്ക് നിന്റെ മുഖം അച്ഛൻ കണ്ടില്ലെങ്കിലേ നിന്റെ മുഖം അച്ഛൻ മറക്കൂടെ പൊന്നുകുട്ടാ. പൊന്നുമോൻ പിഷാരടി മാഷക്ക് ബ്രാൻഡി മേടിച്ചു കൊടുത്തോ? എന്താ രണ്ടാളും കണ്ണൂരിട്ടി കളിക്കണേ? അത് പിന്നെ വേണ്ട, വിശദീകരിക്കണ്ട. മക്കളായ ഇങ്ങനെ തന്നെ വേണം. പാര വെക്കുകയാണെങ്കിൽ അച്ഛനിട്ട് തന്നെ വെക്കണം. അവൻ അങ്ങനൊന്നും ഓർത്തിട്ടല്ല. മിണ്ടി പോവരുത്. പിഷാരടി മാഷക്ക് ബ്രാൻഡി വാങ്ങിച്ചു കൊടുത്ത് വശത്താക്കി കുറുപ്പ് മാഷെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും മനപ്പായസം ഉണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി. എന്റെ ജോലി രാജിവെച്ചിട്ടായാലും ആ പെൺകുച്ചിന് ഞാൻ ജോലി കൊടുക്കും. മാധവൻകുട്ടിയെ കൊണ്ട് അവളെ കെട്ടിക്കുകയും ചെയ്യും. മുല്ലേത്ത് ബാലകൃഷ്ണക്കുറുപ്പായി പറയണേ. നിർത്തണോ? ഒരു ലിഫ്റ്റ്. യവനൊന്നും ഒരു വെളിവില്ലാതാണോ വണ്ടി ഓടിക്കുന്നത്? റോഡാണെന്ന ബോധം യവനില്ല. ചാകാനാണെങ്കിൽ വീട്ടിൽ കിടന്ന് ചത്തൂടെ? നീയാണോ? എടാ മണികണ്ട, എന്തിനാ കരയുന്നത്? വണ്ടി മുട്ടിയില്ലല്ലോ. എനിക്ക് തെറ്റുപറ്റിയടാ. തെറ്റിയിരിക്കാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. എനിക്ക് മാപ്പ് പറയണം. വേണ്ട, എന്നോട് മാപ്പൊന്നും പറയണ്ട. നിന്നോടല്ലടാ വേണ്ട. എനിക്ക് കുറുപ്പ് മാഷെ കണ്ട് മാപ്പ് പറയണം. ആലോലാതി ചെറുക്കും കാരണം ഞങ്ങളുടെ സൗകര്യം നഷ്ടപ്പെട്ടടാ. എനിക്ക് വെറും കുറുപ്പ് മാഷ് രാജിവെക്കാൻ സമ്മതിക്കില്ലടാ. എനിക്ക് രാജിവെക്കണം. സത്യാണോ? സത്യം. എന്നാ വണ്ടി കയറ്. ചേട്ടനെ പോലെ ഡീസന്റ് പാർട്ടിയെ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. മാഷ് സ്കൂളിലേക്ക് തിരിച്ചോന്ന് ചോദിക്കട്ടെ.
മാഷകത്തുണ്ടോ? അച്ഛൻ സ്കൂളിൽ പോയി. എന്ത്? പിഷാരടി മാഷിന് നിന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന്. നീ എന്തിനാ അയാളെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നമ്മൾ അയാളെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയ ഒരു അച്ഛൻ അറിഞ്ഞാൽ ഇവിടെ കിടത്തി പൊറപ്പിക്കൂല. അതിനല്ല, അയാൾക്ക് മാപ്പ് പറയണമെന്ന്. മാപ്പോ? ആ, എന്റെ മഹത്വം മൂപ്പർക്ക് വളരെ വൈകിയാണ് മനസ്സിലായതെന്ന്. എന്താ? അത് മാത്രമല്ല, കൃഷ്ണൻകുട്ടിയുടെ വാക്ക് കേട്ടത് തെറ്റായി പോയെന്ന് പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ്. ജോലി രാജിവെക്കുകയോ ലീവ് എടുക്കുകയോ എന്ത് വേണോ ചെയ്യാമെന്ന്. നീ വണ്ടി എടുക്ക്. പിടിച്ചിരുന്നോ, ഞാൻ സ്പീഡ് വിടും. വേഗം മാഷിന്റെ അടുത്ത് നിന്ന് വിവരം പറ. ഈ പാവം പൊയ്ക്കോട്ടെ. കളിക്കുന്ന ഓട്ടമില്ല. ബോൾ കളിക്കാം. രാജിവെക്കണതിനെ കുറിച്ച് മാഷ് ഒന്നുകൂടെ ആലോചിക്കും. അച്ഛൻ രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിന്റെ തള്ള രാജിവെക്കൂ. രണ്ടാളും രാജിവെക്കണ്ട. പിഷാരടി മാഷ് വന്നിട്ടുണ്ട് അച്ഛനെ കണ്ട് മാപ്പ് പറയാൻ. ഇപ്പൊ എന്തായി? എന്നിട്ട് അയാളെവിടെ? പുറത്ത് ഓട്ടോയിലിരിക്കുക. കുടിക്കുന്നുള്ളൂ. ആള് സാധുവാ, അത്രേ ഉള്ളൂ. മാഷേ, ദേ അച്ഛൻ വിളിക്കുന്നു. മാഷേ, പിഷാരടി മാഷേ, ദേ അച്ഛൻ മാഷേ, അയ്യോ മണിയണ്ട, മണിയണ്ട, അയ്യോ മാഷേ, മണിയണ്ട, മറിക്കേ മാഷേ, മാഷേ, എന്ത് പറ്റി? പഠിച്ചോനെ മയ്യത്തായിന്നാ തോന്നുന്നത്. അയ്യോ, എന്ത് കൊടുത്താടാ നിങ്ങൾ ഇയാളെ കൊന്നത്? ഞങ്ങളൊന്നും കൊടുത്തില്ല. അയ്യോ, ഞങ്ങളൊന്നും കൊടുത്തില്ല. സത്യമായിട്ടും. ഇതെന്താണ്? ഇത് ടിക്-20. എന്റെ ഈശ്വര, ടിക്-20 കളിക്ക് കൊടുത്തോടാ ദ്രോഹികളെ. അയ്യോ, ഇതെന്റെ വണ്ടിയിലെ മോട്ടോയ്ക്ക് അടിക്കാൻ വേണ്ടി വച്ചിരുന്നതാ. ഇനി ദാഹിച്ചപ്പോഴടുത്ത് കുടിച്ചു കാണോ? ദാഹിക്കുമ്പോ ടിക്-20 ആണ് എടുത്ത് കുടിക്കേണ്ടത്. പിന്നെ എന്തിനാ ഇത് കുടിച്ച്? എല്ലാരും കൊന്നിട്ടിരിക്കണ. ഞങ്ങൾ നിരപരാധികളാണ്. അയ്യോ, അയ്യോ, ഷെരീഫ് കൊന്നു. ആരെങ്കിലും പോലീസിനെ താൻ ആ മലപ്പുറം സുലൈമാൻ കേസിലെ പ്രതിയല്ലേ? അല്ല, ഞാൻ ഈ സ്കൂളിലെ പ്രതിയാ. അല്ല, ഞാൻ ഇവിടുത്തെ പ്യൂണാണ് സാർ. പിന്നെന്തിനാ എന്നെ കണ്ടപ്പോ താൻ മുഖം തിരിച്ച് നടന്നു കളഞ്ഞത്? മുഖം തിരിച്ചാല് ഞാൻ തന്നെ ഒന്നായിട്ട് ഞാൻ ലേശം ചായ വാങ്ങാൻ പോവായിരുന്നു. തന്റെ പേരെന്താ? അന്ത്രു. താനാണ് ടിക്-20 അല്ലേ? അത് വെറുതെ കുരുത്തം കേട്ട കുട്ടികളെ കളിയാക്കാൻ വിളിക്കുന്നതാണ്, അല്ലാതെ. പിഷാരടി മാഷിനെ കൊല ചെയ്തത് താനല്ലേ? പടച്ചോനെ, നമ്മള് മലക്കുകളും കൂടി അറിയാത്ത കാര്യമാണല്ലേ. ടിക്-20 ആണ് പിഷാരടി മാഷിനെ കുടിപ്പിച്ചെന്നാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് നമ്മൾ ഉദ്ദേശിച്ചല്ല. അവന്മാര് കലക്കി കൊടുത്ത ശരിക്കുള്ള മരുന്നിന്റെ പേരാണ്. യവന്മാര്? നമ്മൾ മാധവൻകുട്ടി മണിയണ്ടനും. ഓഹോ, ഹെഡ് മാഷകത്തുണ്ടോ? ഇല്ല, വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്ക. വക്കീലിനെ കാണാനോ? അതെ, കുറുപ്പ് മാസം 1-ാം കെട്ടിലെ മോനാണല്ലോ മാധവൻകുട്ടി. മുൻകൂർ ജാമ്യം എടുക്കാനായിരിക്കും. കുറുപ്പ് മാസ്റ്ററുടെ വീട് എവിടെയാ? നമ്മൾ ആസ്പത്രിന്റെ ഇടത്തെ റോഡിലൂടെ ഇറങ്ങി വലത്തോട് തിരിഞ്ഞാൽ 1, 2, 3 5-ാമത്തെ വീടാ. താൻ പൊയ്ക്കോ. അത കഴിച്ചില്ലായി. പിഷാരടി മാഷയുടെ കൊണ്ടുവന്നാരാ? മണികണ്ഠൻ. മണികണ്ഠനോ? മാധവൻകുട്ടി ഉണ്ടായിരുന്നു. ഓ, അമ്മ പറയണത് മോനൊന്ന് കേക്ക്. രണ്ടാളും തൽക്കാലം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കും. ഞങ്ങൾ എന്തിനാ മാറുന്നത്? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഈശ്വരൻ അറിയാം. പക്ഷെ അന്വേഷിച്ചു വരുന്ന ഈശ്വരനല്ലല്ലോ. നീ വേണ്ടി പോരുത്. ഈ പൊല്ലാപ്പനൊക്കെ കാരണം നീ ഒറ്റ ഒരുത്തനാ. മാധവൻകുട്ടി, ആപത്തിപ്പെടുമ്പോ തള്ളി പറയുന്ന ഒരു നല്ല ഫ്രണ്ടിന്റെ ലക്ഷണമല്ല. ഒക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്താണെന്ന് ഓർക്കണം. ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരെങ്കിലും കരുതിയോ? എന്റെ കഷ്ടകാലത്തിനാണ് അയാളെ പിടിച്ച് വണ്ടി കയറ്റാൻ തോന്നിയത്. ഇനി ഒട്ടും വൈകിക്കണ്ട, വേഗം പൊയ്ക്കോ. എന്റെ മുമ്പിൽ വെച്ച് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല. മാധവൻകുട്ടി, നീ വാ. എങ്ങോട്ട്? അതൊക്കെ പിന്നെ തീരുമാനിക്കാം. ഈ അവസ്ഥയിൽ അമ്മ എങ്ങനെയിട്ട് വിഷമിപ്പിക്കുന്നത് ശരിയല്ല. വാ. പൊയ്ക്കോ, പോ.
അങ്ങോട്ട് പോണ്ട, അത് മെയിൻ റോഡ്. മാധവൻകുട്ടി എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയില്ല. എന്റെ മോനൊരു പാവമാ. അവൻ ആരെയും കൊന്നിട്ടില്ല. അതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. ആളിവിടെ ഉണ്ടാകാ ചോദിച്ചത്. ഇല്ല. സോറി, ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം.